ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി നെത്തോലി പീര റെഡിയാക്കി എടുക്കാം. ആദ്യം ഈ നെത്തോലി പീരയ്ക്ക് വേണ്ടി നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 10 കൊച്ചുള്ളിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 2 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പീസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കാര്യം മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, മുളക് നമ്മളിതിലേക്ക് ചതയ്ക്കുന്നുണ്ട്, അത്യാവശ്യം എരിവ് കാണും. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ചതഞ്ഞ് കിട്ടുന്നത് ഇതേപോലത്തെ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഈ പീര റെഡിയാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഈ അരപ്പ് മാറ്റി കൊടുക്കുകയാണ്. മിക്സിൻ്റെ ജാർ ഒന്ന് കഴുകി 1 ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെനമ്പുളിയാണ്. 4 പീസോളം പെനമ്പുളി എടുത്തിട്ടുണ്ട്. ഈ ഒരു പീരയ്ക്ക് പെനമ്പുളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെനമ്പുളി ഇല്ലെങ്കിൽ സാദാ പുളി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നെത്തോലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോയോളം നെത്തോലി ഉണ്ട്. അപ്പം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അരപ്പിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം കറിവേപ്പിലയുടെ ടേസ്റ്റ് മീൻ പീരയ്ക്ക് നല്ലതാണ്. അതിനുശേഷം ഈ ഒരു അരപ്പും മീനും കറിവേപ്പിലയും എല്ലാം കൂടി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് അരപ്പ് തിളച്ച് വരണം. അതുവരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം എന്താ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഈ നന്നായിട്ട് അരപ്പ് ഈ മീനിലേക്ക് പിടിച്ച് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നെത്തോലി പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.